ഗോൾഡ് ആൻഡ് എബോ കാറ്റഗറിയിൽ വരുന്ന കസ്റ്റമേഴ്സ്, അതായത് 27,000 രൂപയിൽ കൂടുതൽ സാലറി അക്കൗണ്ടിൽ വരുന്ന കസ്റ്റമേഴ്സിന് ഫാമിലിയിലുള്ള 4 മെമ്പേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സാലറി പാക്കേജ് അക്കൗണ്ട് ആണ്, 25,000 രൂപയ്ക്ക് മുകളിൽ സാലറി വാങ്ങുന്ന ആളാണ് ഞാനെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള സ്പൗസ് ആയിക്കോട്ടെ, കിഡ്സ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, അവരെ മാക്സിമം 4 പേർക്ക്, അത് ഞാൻ ഉൾപ്പെടെ 5 പേരൊക്കെ നമുക്ക് ഒരു ബാങ്കിങ്ങിന് ഒരു ചാർജസും കൊടുക്കാതെ ഫ്രീ ഓഫ് കോസ്റ്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അത് മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്ത അക്കൗണ്ട് ആയിരിക്കും. അതിന് ATM കാർഡിന് ചാർജസ് ഉണ്ടാവില്ല. ATM കാർഡിന്റെ ചാർജ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 തരം ചാർജസ് ആണ് ATM കാർഡിന് വരുന്നത്. ഒന്ന്, നമ്മൾ ATM നിന്ന് ഒരു മാസം 5 ട്രാൻസാക്ഷനിൽ കൂടുതൽ വിഡ്രോവൽ ചെയ്യുമ്പോൾ 6ാമത്തെ ട്രാൻസാക്ഷൻ മുതൽ ഏകദേശം 25 രൂപ മുതൽ 32 രൂപ വരെയുള്ള ഒരു ചാർജസ് വരാൻ സാധ്യതയുണ്ട് ഓരോ ട്രാൻസാക്ഷൻ. അത് വരാൻ പാടില്ല. പിന്നെ നമ്മൾ ATM കാർഡ് എടുത്ത് വെക്കും, പക്ഷെ നമ്മൾ യൂസ് ചെയ്തില്ല, വെറുതെ നമ്മൾ പേഴ്സിൽ തന്നെ വെച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെ ഇരുന്നാൽ തന്നെ ഒരു വർഷത്തിൽ നമ്മളൊരു ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് കൊടുക്കും. അത് ഈ സാലറി പാക്കേജ് അക്കൗണ്ടിൽ വരാൻ പാടില്ല. പിന്നെ നമ്മുടെ ആദ്യത്തെ കാർഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും. രണ്ടാമത്തെ കാർഡ് അല്ലെങ്കിൽ ഒരു ഡാമേജ് വന്നിട്ട് രണ്ടാമത്തെ കാർഡ് ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ എക്സ്പയർ ആയിട്ട് രണ്ടാമത്തെ കാർഡ്, അതിന് ഇഷ്യൂവൻസ് ചാർജ്, ഈ ചാർജുകളൊന്നും നമ്മൾ സാലറി പാക്കേജ് അക്കൗണ്ടിനോ നമ്മൾ ഈ ഫാമിലിക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന ആ അക്കൗണ്ടിന്റെ പേര് ലിസ്റ്റ് എന്നാണ്, ഫാമിലിക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകൾക്ക് വരാൻ പാടില്ല. ഇത് ഈ 25,000 രൂപയ്ക്ക് മുകളിൽ സാലറി വാങ്ങുന്ന കസ്റ്റമേഴ്സിന്റെ ഫാമിലിയിൽ 4 പേർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അവരൊക്കെ ഏകദേശം നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്ന ഇൻഷുറൻസ് 1 കോടി രൂപയാണ്. പക്ഷെ ഫാമിലി മെമ്പേഴ്സിന് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വെച്ച് ഇൻഷുറൻസ് പറഞ്ഞു. അതായത് എനിക്കൊരു സാലറി പാക്കേജ് കേട്ടില്ല സാറേ? ഒരു കണ്ടീഷനുണ്ട്. ഇതിനകത്തിൽ അക്കൗണ്ട് ഉള്ളത് നമ്മളിപ്പോൾ 2 പേരുടെ അക്കൗണ്ട്, അതായത് എൻ്റെ സാലറി പാക്കേജ് അക്കൗണ്ട് പുലമൺ ജംഗ്ഷൻ ബ്രാഞ്ചിലായിരിക്കും, പിന്നെ ഫാമിലി മെമ്പേഴ്സിന്റെ വേറെ ഏതെങ്കിലും മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ബ്രാഞ്ച്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് എനിക്ക് പ്രശ്നിപ്പിക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിൽ, അതായത് എൻ്റെ സാലറി പാക്കേജ് ഉള്ള അക്കൗണ്ടുള്ള ബ്രാഞ്ചിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഈ അക്കൗണ്ട് ഇതിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ കൺവീനിയന്റ് അനുസരിച്ച് ഏത് ബ്രാഞ്ചിലോട്ട് പറഞ്ഞാൽ മാറ്റാം. അപ്പൊ സപ്പോസ് നിങ്ങൾ ഇപ്പൊ പോയിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചിൽ പോയിട്ടാണ് ഇത് മാറ്റാൻ ശ്രമിക്കുന്നതെങ്കിൽ ടെക്നിക്കലി സിസ്റ്റം അത് സമ്മതിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഉള്ള അക്കൗണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. 4 അക്കൗണ്ട് വരെ മാത്രമേ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരാൾ. അപ്പൊ ഇതാണ് ഫാമിലി അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓരോ മെമ്പേഴ്സിന് 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ്, അതായത് എനിക്ക് ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് ആക്സിഡന്റൽ ഡെത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഫാമിലിക്ക് 4 പേർക്കും കൂടെ 20 ലക്ഷം, അങ്ങനെ 1,20 ലക്ഷം രൂപ നമുക്ക് യാതൊരുവിധ എക്സ്പെൻസും ഇല്ലാതെ ഫാമിലി കവറേജ് ആയി കിട്ടുന്നുണ്ട്. പിന്നെ നോർമലി എല്ലാവർക്കും ഈ ഒരു പാക്കേജ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംശയമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ടോപ്പ്.